നമസ്കാരം, ഞാൻ അവന്തിക. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. മാറ്റമില്ലാതെ നിയമസഭ. കൊച്ചിയിലെ സദാചാരവേട്ടയിൽ നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ശിവസേനക്കാരെ വാടകയ്ക്കെടുത്തതാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തല. ആവശ്യം അംഗീകരിക്കാത്തതിനെ തുടർന്ന് നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. RSSനെ നേരിടാൻ മുഖ്യമന്ത്രിയുടെ സാരോപദേശം വേണ്ടെന്ന് രമേശ് ചെന്നിത്തല. BJPയുമായും സംഘപരിവാറുമായും തെരഞ്ഞെടുപ്പിൽ പോലും സഹകരിച്ച ചരിത്രമുള്ളയാളാണ് പിണറായി വിജയൻ. അതിനാൽ ഇത്തരക്കാർക്കെതിരെ പോരാടാൻ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും പ്രതിപക്ഷ നേതാവ്. അതേസമയം പ്രതിപക്ഷം സംഘപരിവാറിനോട് സമരസപ്പെട്ടിരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. സഭ നടക്കുമ്പോൾ താൻ നടുത്തളത്തിൽ ഇറങ്ങിയിട്ടില്ല. ആരോപണം വസ്തുതാവിരുദ്ധമെന്നും പച്ചക്കള്ളം പറയുന്നതിന് അതിരുണ്ടെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം. വാളയാറിൽ അറസ്റ്റ്. വാളയാർ പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തിൽ 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. പിടിയിലായത് പെൺകുട്ടികളുടെ ബന്ധുവും അച്ഛന്റെ സുഹൃത്തും. മരണത്തിനു തൊട്ടു മുൻപ് വരെ ഇരുവരും കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായി അന്വേഷണ സംഘം. പ്രതികൾക്കെതിരെ ചുമത്തിയത് മാനഭംഗം, പോക്സോ, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കുറ്റങ്ങൾ. കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ ഇരുവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം കുട്ടികളെ കൊലപ്പെടുത്തിയതാണോ എന്നതിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പോക്സോ കേസുകൾ സംസ്ഥാനത്ത് കെട്ടിക്കിടക്കുന്നതായി വിവരം. 3 വർഷത്തിനിടയിൽ തീർപ്പു കൽപ്പിച്ചത് 10-ൽ താഴെ കേസുകൾ മാത്രം. നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചാലും വിചാരണയ്ക്കായി ഇരകൾ മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയെന്നും റിപ്പോർട്ട്. അധിക്ഷേപത്തിന് തെളിവുണ്ട്. വിദ്യാർത്ഥിയെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ച സംഭവത്തിൽ ലോ അക്കാദമി മുൻ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് പോലീസ്. പരാമർശം ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ. കൂടുതൽ പരിശോധനകൾക്കായി പരാതിക്കാരിൽ നിന്ന് ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ കിട്ടേണ്ടതുണ്ടെന്നും പോലീസ്. ജനവിധി നാളെ അറിയാം. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. കേന്ദ്ര സർക്കാരിനും BJPക്കും അഭിമാന പോരാട്ടമെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് കോൺഗ്രസ്. ഫലപ്രഖ്യാപനത്തിന്റെ അവസാന മണിക്കൂറുകളിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂട്ടിയും കിഴിച്ചും രാഷ്ട്രീയ പാർട്ടികൾ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വരെ ഗതി നിർണ്ണയിക്കുന്ന ഉത്തർപ്രദേശിൽ നടന്നത് വികസനവും വർഗീയതയും ഉച്ചത്തിൽ മുഴങ്ങിയ പ്രചാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം നിയമസഭയിലും ആവർത്തിക്കുമെന്ന് BJP. നോട്ട് അസാധുവാക്കലും വർഗീയതയും കോൺഗ്രസും SP-യും ആയുധമാക്കിയപ്പോൾ മോദിയെ മുന്നിൽ നിർത്തി BJP. കോൺഗ്രസുമായി കൂട്ടുകൂടി ഭരണം നിലനിർത്താമെന്ന പ്രതീക്ഷയിൽ സമാജ്വാദി പാർട്ടി. വോട്ടെടുപ്പിന്റെ അവസാന ലാപ്പിലെ നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശവും യാദവ് മുസ്ലിം വോട്ട് ഏകീകരണവും നടന്നാൽ ഫലം മറിച്ചാവില്ലെന്നും വിലയിരുത്തൽ. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ മണിപ്പൂരും പഞ്ചാബും ഒഴികെ BJPക്ക് അനുകൂലം. പഞ്ചാബിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് കോൺഗ്രസ്. ഉത്തരാഖണ്ഡിൽ ഭരണം തിരിച്ചുപിടിക്കുമെന്നും ഗോവയിൽ ഭരണ തുടർച്ച ഉറപ്പാക്കുമെന്നും BJP. താമര വിരിയാത്ത മണിപ്പൂരിലെ ചെറിയ നേട്ടം പോലും കേന്ദ്ര സർക്കാരിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും വിലയിരുത്തൽ. പ്രസിഡന്റിനെ പുറത്താക്കി. സർക്കാർ രേഖകൾ ചോർത്തിയെന്ന ആരോപണത്തിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് പാർക്ക് ഗ്യൂൻ ഹൈക്ക് തിരിച്ചടി. അഴിമതി കേസിൽ ഹൈയെ ഇംപീച്ച് ചെയ്ത് ഭരണഘടനാ കോടതി. ആദ്യ വനിതാ പ്രസിഡന്റിനെ പുറത്താക്കിയ പാർലമെന്റ് നടപടി അംഗീകരിക്കുന്നതായി പ്രഖ്യാപനം. പാർക്ക് ഗ്യൂൻ ഹൈയെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം നേരത്തെ പാർലമെന്റ് പാസാക്കിയിരുന്നു. പ്രസിഡന്റിനെതിരായ ആരോപണം ഉറ്റ സുഹൃത്തിന് സർക്കാർ രേഖകൾ ചോർത്തി നൽകിയെന്നും അനധികൃതമായി പണം സമ്പാദിക്കാൻ കൂട്ടുനിന്നെന്നും. പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 60 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് സൂചന. ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.